രൂപ ചെലവില്ലാതെ 2,00,000 രൂപയുടെ ഇൻഷുറൻസും പ്രതിമാസം 3,000 രൂപ പെൻഷനും നൽകുന്ന സർക്കാർ പദ്ധതിയിൽ ആർക്കൊക്കെ അംഗമാകാം? സാധാരണക്കാരായ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും താഴ്ന്ന വരുമാനക്കാരുമായ നിരവധി ആളുകളുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇവർക്കായിട്ട് നിരവധി പദ്ധതികൾ ഉണ്ടെങ്കിലും മികച്ച ഒരു പെൻഷൻ പദ്ധതി ഇല്ലെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലുള്ളവർക്കായിട്ട്. അത്തരം ആളുകളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഈശ്രം കാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. രൂപ പോലും മുതൽ മുടക്കില്ലാതെ 2,00,000 രൂപ വരെ ഇൻഷുറൻസും സ്ഥിരമായ പെൻഷനും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. ഈശ്രം കാർഡുള്ള അസംഘടിത മേഖലയിലെ 60 വയസ്സ് പൂർത്തിയായ തൊഴിലാളിക്ക് പ്രതിമാസം 3,000 രൂപ സർക്കാർ പെൻഷൻ നൽകും. ഒരു തരത്തിലുള്ള സമ്പാദ്യങ്ങളും ഇല്ലാത്തവർക്ക് വാർദ്ധക്യത്തിൽ ഒരു പരിധിവരെ സാമ്പത്തിക സുരക്ഷ നൽകാൻ ഈ പദ്ധതി സാധിക്കുന്നതാണ്. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അതായത് PMSBY പ്രകാരം അപകട ഇൻഷുറൻസും ലഭിക്കുന്നതാണ്. അപകട മരണത്തിന് 2,00,000 രൂപയും ഭാഗിക വൈകല്യത്തിന് 1,00,000 രൂപ വരെയും കിട്ടുന്നതാണ്. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് 12 അക്ക UN നമ്പർ ലഭിക്കും. ഇത് അവരുടെ വിശദാംശങ്ങൾ ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്ത തൊഴിലാളി അപകടത്തിൽ മരിച്ചാൽ പങ്കാളിക്കോ നിയമപരമായ അവകാശിക്കോ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈശ്രം കാർഡ് നാഷണൽ കരിയർ സർവീസ് പോർട്ടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ തൊഴിലവസരങ്ങൾ കൂടി നമുക്ക് അറിയാൻ സാധിക്കും. കൂടാതെ സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ പോർട്ടലുമായുള്ള സഹകരണം തൊഴിലാളികൾക്ക് നൈപുണ്യ വികസനത്തിലേക്കും അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമുകളിലേക്കും പ്രവേശനവും നൽകുന്നുണ്ട്. പകർച്ചവ്യാധികൾ പോലുള്ള ദേശീയ പ്രതിസന്ധികളിൽ അസംഘടിത തൊഴിലാളികൾക്ക് സഹായം നൽകാൻ ഈശ്രം ഡാറ്റാബേസ് സർക്കാരിനെ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. യോഗ്യരായ തൊഴിലാളികൾക്ക് ഈശ്രം പദ്ധതിയിൽ സൗജന്യമായിട്ട് അംഗമാകാം. മുകളിൽ പറഞ്ഞ പെൻഷൻ അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾക്ക് യാതൊരു പ്രീമിയവും ആവശ്യവുമില്ല. അതേസമയം അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയൂ. അതുപോലെ പദ്ധതിയിൽ അംഗമാകാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 16 വയസ്സ് മുതൽ 59 വയസ്സ് വരെയാണ്. തൊഴിലാളി ആദായ നികുതി അടയ്ക്കുന്ന ആളാകരുത് എന്നും കൂടെയുണ്ട്. തൊഴിലാളിക്ക് അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കാര്യത്തിൽ ശരിയാണെങ്കിൽ ഇനിയും മടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. വരും വർഷങ്ങളിൽ പദ്ധതിയിൽ പെൻഷൻ അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ സർക്കാർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.